കേരള നിയമസഭയിൽ ഇത്തവണ പുതുതായി വന്ന 71 കന്നി MLA-മാരാണുള്ളത്. അതിലൊന്നാമനാണ് ആറന്മുള MLA ആയ അബിൻ വർക്കി എന്നാണ് സഭയുടെ നാഥൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. സഭയുടെ കാര്യങ്ങൾ പറയുന്നതും അന്തിമമായി തീരുമാനമെടുക്കുന്നതും സ്പീക്കറാണ് എന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഒരു മാർക്കിടൽ തന്നെയാണ്. അതുപ്രകാരം അബിൻ വർക്കിയാണ് പുതുമുഖ സഭയിലെ ഒന്നാമൻ. അതല്ല എന്ന് പറയാനും ആർക്കും കഴിയില്ല. അത് നിയമസഭാ സമ്മേളനത്തിൽ മുഴുവൻ കണ്ടതാണ്. സഭയിൽ പതിറ്റാണ്ടുകളായി MLA-മാരായി ഇരിക്കുന്നവരെക്കാളും വളരെ പക്വതയോടും വിഷയങ്ങൾ പഠിച്ചും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അബിൻ വർക്കി തന്നെയാണ് ഒന്നാമനായിരുന്നത്. നമ്മൾ വളരെയധികം പ്രതീക്ഷ വെച്ച ഒരുപാട് യുവ MLA-മാരുണ്ട് എല്ലാ പാർട്ടിയിലും. പക്ഷേ അവർക്ക് അവസരം കിട്ടിയെങ്കിലും ആ കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അബിൻ വർക്കിയെപ്പോലെ ആദ്യം തന്നെ തിളങ്ങാനായിട്ടില്ല അവർക്കൊന്നും. മൈതാന പ്രസംഗത്തിലും മുദ്രാവാക്യം വിളിയിലുമെല്ലാം അവർ തീപ്പൊരിയാണെങ്കിലും സഭയ്ക്കകത്ത് പഠിച്ചു വന്ന് പ്രധാന കാര്യങ്ങൾ മാത്രമേ അവർ അവതരിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ അബിൻ വർക്കിക്ക് ഏത് കാര്യമായാലും പഠിച്ചു വന്നതിൻ്റെ കൂടെ അതിനെ ചേർത്തു പറയാനൊക്കെ ഒരു കഴിവുണ്ട് എന്ന് അദ്ദേഹം ആദ്യ സമ്മേളനത്തിൽ തന്നെ തെളിയിച്ചിരിക്കുന്നു. അത് നയപ്രഖ്യാപനത്തിലെ ചർച്ചയായാലും ചോദ്യോത്തര വേളയായാലും സബ്മിഷനായാലും അതുപോലെ ബഡ്ജറ്റ് ചർച്ചയിലായാലും ഒക്കെ അദ്ദേഹത്തിന് വ്യക്തമായ അവതരണ ശൈലിയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഇടപെടലുകളുമൊക്കെ വളരെ നന്നായി കേരളം മനസ്സിലാക്കി. അതുതന്നെയാണ് സ്പീക്കർ വളരെ വ്യക്തമായി പറഞ്ഞതും. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി ആറന്മുളയിലെ MLA ഓഫീസ് ഉദ്ഘാടനത്തിൽ തന്നെ പറഞ്ഞത് ആ നാട്ടുകാർക്കും വലിയ സന്തോഷമായി. തങ്ങൾ തെരഞ്ഞെടുത്തിന് തെറ്റിയിട്ടില്ല എന്ന് ആറന്മുളക്കാർക്ക് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞ വാക്കുകൾ അബിൻ വർക്കിക്ക് നൽകുന്ന ഒരു മാസത്തെ 1ാം റാങ്ക് സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു. ഏതായാലും സ്പീക്കർ പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അബിൻ വർക്കി നേരത്തെ TV ചർച്ചയിൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എതിരെ വന്നിരിക്കുന്ന ആളുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അബിൻ വർക്കിയുടെ നിലപാടുകൾ വിശദീകരിക്കുമ്പോൾ അവര് വിഷമിച്ച് നിൽക്കുന്നത് എന്നെ പോലെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലൊരു പുതിയ സമൂഹം വളർന്നു വരികയാണ്, ചെറുപ്പക്കാരുടെ. ആ ചെറുപ്പക്കാരുടെ മുന്നേറ്റത്തിന്റെ മുൻനിരയിൽ നമ്മുടെ ശ്രീ അബിൻ വർക്കി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരള നിയമസഭയിൽ പുത്തനായി ആദ്യമായി വരുന്ന 71 അംഗങ്ങളുണ്ട്. ആ 71 അംഗങ്ങളിലെ ഒന്നാമനാണ് അബിൻ വർക്കി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ്. അപ്പൊ കേരള നിയമസഭയ്ക്ക് പുതിയ മുഖം ഉണ്ടാകാൻ, കേരള നിയമസഭയ്ക്ക് ജനപ്രതിനിധി സഭ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടു കൂടി പോകാൻ പറ്റുന്ന അന്തരീക്ഷം അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതിന്റെ എല്ലാ രൂപത്തിലും അത് നടപ്പാക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീക്കമുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യണം.